നമ്മൾ അടിപൊളി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണം കേട്ടോ. അതിനായിട്ട് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നു. പിന്നെ 2 സബോള കഷ്ണങ്ങളാക്കി നുറുക്കുന്നു. ഒരു ക്യാരറ്റ് ഇങ്ങനെ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നു. പിന്നെ വേണ്ടത് സെലറിയുടെ തണ്ട്, അത് കുറച്ച് ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിരുന്നു. പിന്നെ വേണ്ടത് ലീക്സ് ഇല്ലേ, അതിൻ്റെ തണ്ട് ഉള്ളിലത്തെ ഇത് അതുപോലെ കഷ്ണങ്ങളാക്കി അതിലിട്ടിട്ട് ഇത് നമ്മൾ വേവിക്കുന്നു കേട്ടോ. ചിക്കൻ വേവണം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി നോക്കണം കേട്ടോ. അങ്ങനെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ണം മാറ്റി വെച്ചിട്ട് ആ വെള്ളം നമുക്ക് കളയാനുള്ളതല്ല, അത് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ പൊടിയാണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. പിന്നെ സൂപ്പ് ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതാണ് കുനുകുനെ അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് തന്നെ അത് ഇട്ട് വാട്ടാം. പിന്നെ വേണ്ടത് നമുക്ക് സെലറിയുടെ തണ്ട് ഇതേപോലെ തന്നെ ആക്കിയത് കുനുകുനെ അരിഞ്ഞത്, പിന്നെ ലീക്സിൻ്റെ തണ്ടും അതും കൂടിയിട്ടിട്ട് നമ്മൾ ഇളക്കി അത് ലെവലാകുമ്പോൾ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള സൂപ്പിൻ്റെ ചിക്കൻ്റെ വെള്ളമല്ലേ അത് അരിച്ചൊഴിക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ സോയ സോസ് അതൊഴിക്കുക. പിന്നെ വേണ്ടത് വിനാഗിരി ഒരു 1.25 ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മാഗി ക്യൂബ്സ് ഇട്ട് വാങ്ങിക്കാനായിട്ട് 35 രൂപയാണ് വില. അതിലത്തെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് പൊടിച്ച് അരിക്കാണ്ട് ചേർക്കാം. അത് നന്നായിട്ട് അരിക്കാണ്ട് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇതേപോലെ തന്നെ അടിച്ചു വയ്ക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടി തീരുമാനിക്കുന്നത് ഈ കോൺഫ്ലവർ ചേർക്കുന്നതാണ്. അത് ആവശ്യത്തിന് ചേർക്കാം. കട്ടി കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കോഴിമുട്ടര 1 ടീസ്പൂൺ കോഴിമുട്ടര ചേർക്കാം, കൂടുതൽ വേണ്ട. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ അരിഞ്ഞ് വെച്ചതില്ലേ അത് ചേർക്കാം. ആവശ്യത്തിന് കട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ മല്ലിയില വിതറി നമുക്ക് ഇതിൻ്റെ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. അടിപൊളി ചിക്കൻ സൂപ്പാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം കോൺഫ്ലവറില്ലേ അത് കൂടുതലാവാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ. അടിപൊളി സൂപ്പാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കാം കേട്ടോ.